ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തു. ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് സവാള വഴട്ടിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മൾ സവാള വഴട്ടിയെടുക്കുന്നു. അപ്പോൾ ഒരിക്കലും ഇത് അടി പിടിക്കാൻ അനുവദിക്കരുത്. നല്ല രീതിയിൽ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ ആവശ്യത്തിന് 1 ടീസ്പൂൺ മതിയാവും. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നതിന് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ. കുറഞ്ഞ തീയിൽ വേണം കേട്ടോ ഇത് ഇളക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി അതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ നമുക്കിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നല്ല രീതിയിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതേ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്തു. ഈ ചിക്കൻ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ ഇളക്കിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ ഇളക്കി ആ ഒരു മസാല ചിക്കനിലേക്ക് പിടിക്കാൻ പാകത്തിന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അടച്ചു വെക്കുകയാണ്. ഈ അടച്ചു വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് നല്ല രീതിയിൽ ചിക്കൻ വേവട്ടെ. അതിൽ തന്നെ നല്ലതായിട്ട് വെള്ളം ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ കൂടുതലും ചിക്കൻ വെക്കാറ് അടുപ്പിലാണ്. അടുപ്പിൽ വയ്ക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്തവർ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തില്ലെങ്കിലും അത്യാവശ്യം ചിക്കനിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി വേവാനുള്ള ടൈം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ചിക്കൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ആ മസാലയൊക്കെ ആ ഒരു ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ മസാല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾ ഒരിക്കലും സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തിളപ്പിച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നല്ല രീതിയിൽ നമുക്ക് ഇത് വറ്റിച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇളക്കിയിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ ഇരുന്നോട്ടെ. ഇതൊരു ടേസ്റ്റ് ബഡ്സ് ആണ്. അപ്പം ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും 1 നുള്ളു പഞ്ചസാരയും ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. ഇതൊരു ടേസ്റ്റ് എൻഹാൻസർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഉള്ളൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കറി കടുക് വറുത്തിടാം. അപ്പോൾ കടുക് വറുത്തിടാനായിട്ട് എണ്ണ ഒഴിച്ചു. അതിനകത്തിട്ട് ചെറുള്ളി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും ചേർത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ആ മൂപ്പിച്ച് ഈ ഒരു കടുക് വറ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കരിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില എനിക്ക് മസ്റ്റാണ്. നല്ല രീതിയിൽ കരിവേപ്പില അങ്ങ് തട്ടും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് തക്കാളിയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. സിമ്പിൾ ചിക്കൻ കറിയാണ്. വേറെ ഒന്നും വേണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഗ്രേവി പരുവമൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി പരുവത്തിൽ ഓഫ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് തീരെ ആയിക്കഴിഞ്ഞാൽ തീരെ ഡ്രൈ ആയിപ്പോവും. ഈ ഒരു പരുവത്തിലാണെങ്കിൽ കഴിക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കപ്പയും ചിക്കനും ആണ് കേട്ടോ.